ഹായ്, ഇന്ന് ജമന്തിയിൽ നിന്നും തുടങ്ങാം കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം കാണിച്ചു തന്ന മുട്ടാണ്. ശരിക്കും വിരിഞ്ഞിട്ടില്ല, എന്നാലും എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് അത്തിടുക്കായി. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. പിന്നെ ഒത്തിരി മുട്ടുകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 3 ഇങ്ങനെ വിടർന്ന് വരുന്നുണ്ട്, 2 മുട്ടുകളാണ്. താഴെ കാണുന്നതൊക്കെ മുട്ടാണ് കേട്ടോ. ഈ പോപ്പി മിഞ്ഞാന്ന് പോയിട്ടതാണ്, ഇതുവരെ കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ താഴെ ഒരുപാട് മുട്ടുകളൊക്കെ കാണുന്നുണ്ട്. വയലറ്റുമലാണ് ഒത്തിരി മുട്ടുകളുള്ളത്. അതിലിപ്പോൾ ഒരു മുട്ട് അത്യാവശ്യം വലുപ്പത്തിൽ വിരിഞ്ഞ് ഈ തണ്ട് രൂപത്തിലുള്ള ഈ കാറ്റഗറി പെട്ടതിനൊക്കെ ഞങ്ങൾ പോപ്പി എന്നാണ് പറയുക. അപ്പോൾ ഞാൻ തൊട്ട് കാണിക്കുന്നതൊക്കെ ഞങ്ങൾ പോപ്പി എന്നാണ് പറയുന്നത്. ഇവിടെ ഈ പ്ലാന്റിനാണ് ഞങ്ങളിവിടെ ബൾസം എന്ന് പറയുന്നത്. ഇത് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ബൾസത്തിന് പോപ്പി എന്നാണോ പറയുന്നത് എന്നുള്ളത്. എന്താല്ലേ, ശരിക്കും പറഞ്ഞാൽ രണ്ടിനെയും പോപ്പി എന്നോ അല്ലെങ്കിൽ ബൾസെന്നോ ഒക്കെ പറയാം. ഇതിപ്പോൾ രണ്ടും ഫ്ലവർ ഒരേപോലെ തന്നെയാണ്, ഒരു വലുപ്പ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ജലദോഷം പിടിച്ചിട്ട് മൂക്കടഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് ശരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ലേ. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ കണ്ണാടി ചെടി അല്ലെങ്കിൽ മാസം മാറിയൊക്കെ ഉള്ളത്. ഞാൻ എത്ര കിട്ടിയാലും ഞാൻ നട്ടുപിടിപ്പിക്കും. പിന്നെ ഞാൻ ഇന്ന് ചെടികൾ നടുന്നത് എങ്ങനെയെന്നുള്ള ചെറിയൊരു വീഡിയോ കാണിച്ചതരേ. ഞാൻ നടുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ഉഴവും ബോട്ടിൽ തന്നെയാണ്. ബോട്ടിൽ ഒത്തിരി ചകിരികൾ നിറച്ചിട്ട് മണൽ മിക്സ് ചെയ്തു, ഇതിൽ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത്ര തോനെ ചാണകപ്പൊടി ഇല്ല. അതിൽ കാണുന്ന പച്ച ഈ ടെറസിലുണ്ടാകുന്ന എച്ചിലുണ്ടാവുമല്ലോ, അതാണ് കേട്ടോ. പിന്നെ ഞാൻ ചാണകപ്പൊടി എപ്പോഴും സ്റ്റോക്ക് വെക്കലാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ മേലെ വെതറി കൊടുക്കുകയാണ്. കാരണം അതിൽ മണ്ണിൽ മിക്സ് ചെയ്യാൻ മാത്രമല്ലായിരുന്നു. കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടോണ്ട്, ഇത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. പിന്നെ വൈകുന്നേരമാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഗ്ലൗസ് തിരഞ്ഞെടുക്കാനുള്ള ഒരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. ഞാനിട്ട മുന്നത്തെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് പോയി കണ്ടേക്കണേ. അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പുതിയ സബ് അടിക്കുന്നവരൊന്ന് താഴെ വന്ന് കമൻറ്റ് ഇടണേ. പിന്നെ നല്ല വ്യൂസ് കൂടുന്നുണ്ട്, അതിന് ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയുകയാണ്. പിന്നെ എല്ലാവരുടെ മെസ്സേജും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ റീപ്ലൈ ഞാൻ കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാൻ തരും. അപ്പോൾ ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതും കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണേ. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് അടിക്കുക. ഓക്കെ, ബൈ.